നിവേദ്യം. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എടി പാറു, നീ എന്ത് ഇത്ര ലേറ്റ് ആയത്? ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സക്കരിയ സാർ കമ്പനിയുടെ നടത്തിപ്പ് കുറച്ചാലത്തേക്ക് കൊച്ചുമോൻ ക്രിസ്റ്റഫറിന് ഹാൻഡ് ഓവർ ചെയ്തു. ഇനി മുതൽ പുതിയ MD മോളെ. നമ്മുടെ പഴയ കളിയെ നടക്കില്ലെന്നാ തോന്നുന്നു. അപർണ തന്റെ റിവോൾവിംഗ് ചെയറിലിരുന്ന് പാർവതിയുടെ അടുത്തേക്ക് നീക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്ന് അമലുവിന് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അവന്റെ സർജറി എടുക്കാറായില്ലേ. ഇനി ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇന്നലെ നാരായണേട്ടോട് പറഞ്ഞിരുന്നു കുറച്ച് ലേറ്റ് ആവുമെന്ന്. അവൾ തന്റെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ പാർവതി, നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. സ്റ്റാഫ് മീറ്റിംഗ് നിന്നെ കണ്ടില്ലല്ലോ. ലേറ്റ് ആയിട്ട് വന്നവരൊക്കെ സാറിനെ കണ്ടിട്ടാ കയറിയത്. ഒന്ന് പോയി കണ്ടേക്ക്. സക്കറിയ സാറാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പുതിയ ആളല്ലേ, എല്ലാം പഠിച്ചു വരാൻ സമയമെടുക്കും. നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കുന്ന നല്ലതല്ലേ. മോളൊന്ന് പോയി കണ്ടു നോക്കൂ. ശരി നാരായണേട്ടാ. അവൾ വേഗം ബാഗ് താഴേക്ക് വെച്ചുകൊണ്ട് MDയുടെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കം ഇൻ സർ? യെസ്. അവൾ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് അകത്തേക്ക് കയറി. സർ. ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു. യെസ്. അയാൾ കസേരയിലിരുന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു. ഒരു ചെറുപുഞ്ചിരിയോടെ ആ മുഖത്തേക്ക് നോക്കിപ്പോയ പാർവതി ഒന്ന് കിടുങ്ങി. ചുണ്ടിലൂറിയ ഒരു കൗശല ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ മുഖത്തേക്ക് അവൾ ഒരിക്കൽ കൂടി സൂക്ഷിച്ച് നോക്കി. അതെ, അവൻ തന്നെ. ഭയം കൊണ്ട് അവിടെ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചുപോയി. അവനൊരു ചെറു ചിരിയോടെ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്താണ് പാർവതി, മറന്നുപോയോ എന്നെ? അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല. അല്ലെങ്കിലും അത്ര വേഗം മറക്കാൻ നമ്മൾ തമ്മിലുണ്ടായ കൂടിക്കാഴ്ച ചെറുതൊന്നും അല്ലല്ലോ. അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. എന്താണ് ഇങ്ങനെ കിളി പോയി നിൽക്കുന്നത്? ഞാൻ തന്നെയാണ് ക്രിസ്റ്റഫർ, യുവർ ന്യൂ MD. സ്റ്റാഫ് ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പൂമുഖം. എന്തോ എനിക്ക് തീരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ. പക്ഷെ താനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു കമ്പം. കുറച്ചു കാലം കമ്പനിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാൻ തീരുമാനിച്ചു. അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നറിഞ്ഞ് അവൾ പതിയെ പിന്നിലേക്ക് നടന്നു. എന്താടി, നീ പേടിച്ചോ? ഇപ്പൊ എവിടെയടി നിന്റെ വീറും വാശിയൊക്കെ? അവനവളുടെ തോളിൽ പിടിച്ചൊന്ന് കുലുക്കി. സോറി സർ, ഞാൻ അന്ന് എനിക്കറിയില്ലായിരുന്നു. അവനവളെ മുഴുമിക്കാൻ സമ്മതിച്ചില്ല. നിറയുന്ന ആ മിഴികളിലേക്ക് ഊർപ്പിച്ച് നോക്കിക്കൊണ്ട് തന്റെ മുഖത്തൊന്ന് കൈവച്ചു. എന്നാലും മേടപ്പ ചെല്ല്, ഞാനിവിടേക്ക് ഉണ്ട്. എനിക്ക് കാണുന്നു തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിച്ചോളാം. അവൾ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് വേഗം പിന്തിരിഞ്ഞടക്കാനാഞ്ഞു. 2 അടി നടന്നപ്പോഴാണ് തന്നിൽ നിന്ന് ചുരിദാറിന്റെ ഷോൾ ഊർന്നു പോയത്. ഒരു ഞെട്ടലോടെ പിന്തിരിഞ്ഞ് നോക്കി അവൾ കാണുന്നത് തന്റെ ഷോളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ക്രിസ്റ്റഫറിനെയാണ്. ഒരു ഷാളിന്റെ മറയില്ലാതെ അവന് മുന്നിൽ നിൽക്കുന്ന നിമിഷം ബോധം വന്ന പോലെ അവൾ വേഗം പിന്തിരിഞ്ഞു നിന്നു. ഇതാ. അവൻ വീണ്ടും തിരിഞ്ഞു നിൽക്കുന്ന അവൾക്ക് നേരെ നീട്ടി. പതിയെ ഒന്ന് തിരിഞ്ഞുകൊണ്ട് അത് വാങ്ങി വേഗം കഴുത്തിലൂടെ ഇട്ടു. വീണ്ടും മുന്നോട്ടാഞ്ഞ അവളെ അവൻ ഒന്നുകൂടി വിളിച്ചു. ചുണ്ടിലൊളിപ്പിച്ച ഒരു കുഞ്ഞ് കുസൃതിയോടെ പാർവതിയുടെ അടുത്തേക്ക് നടന്നു. അത്രയും പേരുടെ മുമ്പിൽ അന്ന് നീ അടിച്ചാടി, അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. കേടാത്തൊരു കനലായിട്ട് തന്നെ. വേണമെങ്കിൽ നിന്നെ തന്നെ വിലക്ക് വാങ്ങാൻ എനിക്ക് കഴിയുമെന്ന് മനസ്സിലായതല്ലേ നിനക്ക്? അവന്റെ നിശ്വാസം അവളുടെ കഴുത്തിലൊന്ന് തട്ടി. ഇപ്പൊ പോയിക്കോ, എനിക്ക് ആവശ്യമുണ്ടാവുമ്പോൾ ഞാൻ വിളിച്ചോളാം. അന്ന് എനിക്കേറ്റ അപമാനം ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് തീർത്തോളാം. അവൻ മെല്ലെ അവളോട് പറഞ്ഞു. ജീവൻ കിട്ടിയ ആശ്വാസത്തിൽ ഒരു കിതപ്പോടെ ഡോറിന്ന് പുറത്തേക്ക് ഓടുന്നത് ക്രിസ്റ്റി ഒരു ചിരിയോടെ നോക്കി നിന്നു. ഓടിക്കിതച്ച് തന്റെ ക്യാബിനെത്തിയ പാർവതി വേഗം ബാഗ് തുറന്ന് കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. എന്താടി താനെന്താ ഇങ്ങനെ വെപ്രാളപ്പെട്ടു വരുന്നത്? എന്തായി, സാറിനെ കണ്ടില്ലേ? ആളൊരിച്ച് ഉള്ളം തന്നെയാണ് അല്ലേടി? അപർണ പതിയെ അവളോട് ചോദിച്ചു. എടി, അത് അയാളാ. അന്ന് റോഡിലൊരു ആക്സിഡന്റ് കേസ് ഉണ്ടായില്ലേ? കുറെ കാലമായിട്ട് എന്നെ ഓടിച്ചില്ലേ കേസും കാര്യങ്ങളുമായിട്ട്? ഏത്, നിന്റെ ആ ഡിഫൻഡറിൽ വന്ന വില്ലനോ? അതെ, അയാള് തന്നെ. വാട്ട്? അപർണയുടെ വാട്ടിന്റെ സൗണ്ട് കുറച്ച് കൂടിപ്പോയി. എക്സിക്യൂട്ടീവിന്റെ ക്യാബിൽ നിന്ന് 2 ആളുകൾ തലയുയർത്തി നോക്കിയതും അവളൊന്ന് അടങ്ങി. ഡി, സത്യത്തിൽ എന്താന്നുണ്ടായത്? ഞാൻ ലഞ്ച് ടൈമിൽ പറയാം, ഇപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ വേഗം സിസ്റ്റം ഓണാക്കി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനിരുന്നപ്പോഴാണ് അപർണയോട് ക്യാബിനിൽ വെച്ചുണ്ടായതും അവൻ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും പാർവതി പറഞ്ഞു കൊടുത്ത്. എടി പാറു, അയാൾ 2 കൽപ്പിച്ചാണല്ലോ. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ, സഹിക്കുക തന്നെ. എല്ലാം ഒഴിവാക്കി പോകാനും വയ്യല്ലോ. ഈ സ്ഥാപനമായിട്ട് എനിക്ക് കുറച്ച് കടപ്പാടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടോടെ ഒരു വഴിയുമില്ല. അവളൊന്ന് വിശ്വസിച്ചു. അന്ന് ശരിക്കും എന്താടി അവിടെ സംഭവിച്ച്? ചോരി കുളിച്ചു വന്ന് നീ ഒരു ആക്സിഡന്റ് കേസാണെന്നും ആളെ ഹോസ്പിറ്റലാക്കി വരികയാണെന്നും പറഞ്ഞു. പ്രതി ഏതോ വലിയ കൊമ്പത്താരോ ആണെന്നും പറഞ്ഞു. മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായതല്ലേ. ഞാനാണെങ്കിൽ ചോദിക്കാനും വിട്ടു. പിന്നെ എൻഗേജ്മെന്റ് കാര്യങ്ങൾക്കായി നാട്ടിലേക്കും പോയില്ലേ. പിന്നെ ആ ഇൻസിഡന്റിനെ കുറിച്ച് ചോദിക്കാനും മറന്നുപോയി. ഇനി 1/2 മണിക്കൂറിൻ്റെ ലഞ്ച് ബ്രേക്ക്. നീ പറയടി, എന്താണെന്ന് ശരിക്കും സംഭവിച്ചത്? അപർണ കഥ കേൾക്കാനെന്നവണ്ണം കൈയെടുത്ത് താടിയിൽ വെച്ചു. പാർവതി ഡോർമൽ കുറച്ച് മാസങ്ങൾ പുറകിലേക്ക് പോയി. അമലുവിന്റെ ടെസ്റ്റിന് റിപ്പോർട്ട് വന്ന ദിവസമായിരുന്നു. അത്രയും ടെൻഷനോടെയാണ് റിസൾട്ട് വാങ്ങി വരുന്നത്. സംഘർഷപൂരിതമായ ഒരുതരം മരവിച്ച മനസ്സോടെയാണ് ജംഗ്ഷനിൽ ഇങ്ങോട്ടേക്ക് വരാൻ ബസ് കാത്ത് നിൽക്കുന്നത്. അപ്പോഴാണ് മറു സൈഡിൽ നിന്ന് വരികയായിരുന്ന ആ സ്ത്രീയെ എതിരെ വന്നൊരു ബ്ലാക്ക് ഡിഫൻഡർ ഇടിച്ചിട്ടത്. ഓവർ സ്പീഡിലായിരുന്ന അയാൾക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു.
ഇടിയുടെ ആഘാതത്തിൽ അത് തെറിച്ചു വീഴുകയും നെറ്റിപൊട്ടി നന്നായി ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. കാലിലും കയ്യിലുമായിട്ട് ധാരാളം മുറിവുകളും ഉണ്ടായിരുന്നു. നിർത്താതെ പോയ ദേഷ്യത്തിൽ ഞാൻ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു. അതൊരു സ്ത്രീയായ കാരണം ഹോസ്പിറ്റൽ കൊണ്ടുപോയെന്ന് എന്നോടാണ് അവിടെയുള്ളവർ ചോദിച്ചത്. ഞാനും അവസ്ഥയിൽ സമ്മതിച്ചു. അടുത്തേണ്ട ഓട്ടോയിൽ എന്നെ ആ ചേച്ചി അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് പോലീസ് വന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു. കൂടെ വന്ന ആൾ ഞാനായതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടിയുടെ നമ്പരും കൊടുത്തു. അവരെ കൊണ്ട് പരാതിയുമായി പോലീസ് പോയി. പിറ്റേന്ന് സ്റ്റേഷനിലേക്ക് എന്നെ വിളിച്ചു. അയാളും വന്നിരുന്നു. എന്നിട്ടെന്താ, കേസായി. ഞാൻ സാക്ഷിയും. വേറെ 2-3 സാക്ഷികൾ കൂടിയുള്ളതിനാൽ കേസ് സ്ട്രോങ് ആയി. അതിനിടയിൽ ആ ചേച്ചി അവർ സ്വാധീനിച്ചതാണോ ഭീഷണിപ്പെടുത്തിയാണോ എന്നറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴേ അവർ പരാതി പിൻവലിച്ചിരുന്നു. സാക്ഷികളും കൂറുമാറി. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ആ വിവരം അറിയുന്നു. ഞാൻ തന്നെ എൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കിയാണ് അവിടെ എത്താറ്. നമ്മൾ സാധാരണക്കാരുടെ ജീവനെ ഇവരെപ്പോലുള്ള പണക്കാർക്ക് ഒരു വിലയില്ലാത്ത പോലെ, നമ്മളെപ്പോലെ ജീവിതം കൈപ്പിടിച്ച് നടക്കുന്നവർക്കൂടെ ഒരു വിലയില്ലേ. പണത്തിൻ്റെ അഹങ്കാരമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്കൾക്കിടയിൽ ഞാനും അതിനിറങ്ങിയത്. അന്നൊരു ദിവസം ഈ കേസിൻ്റെ എന്തോ ആവശ്യത്തിനെ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞതായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു അയാൾ, എന്നെ വെല്ലുന്ന ഒരു അഹങ്കാര ശരിയോടെ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് പണമെറിഞ്ഞ അയാൾ ഒത്തുതീർപ്പാക്കിയതാണെന്ന്. പക്ഷെ ഞാനൊന്നും പറയാൻ പോയില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പിന്നെ ആളെ ഞാൻ കാണുന്നു. പാർവതി ആ ഓർമ്മയിലൊന്ന് നെടുവേർപ്പെട്ടു. പിന്നെന്തുണ്ടായി? ബാക്കിയറിയാൻ അപർണയ്ക്ക് ഉത്സാഹമേറി. സ്റ്റേഷന് മുറ്റത്ത് എന്നെ കാത്തുന്ന പോലെ അയാൾ ഉണ്ടായിരുന്നു. ഹലോ മേഡം, ഒന്ന് നിന്നേ. അവൻ നടന്നുകൊണ്ട് അവൾക്ക് അരികിലേക്ക് നടന്നു. എന്താ? അവളൊരു കല്ലിച്ച മുഖത്തോടെ ചോദിച്ചു. എന്താടി, നിനക്കിനി വേറെ വല്ല പരാതിയുണ്ടോ? ഈ ഒരാഴ്ചയിൽ നീ കാരണം കൊണ്ട് എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായിന്നറിയോ? ഏയ് മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു പോലീസ് സ്റ്റേഷനാ. ആണോ? എന്നാലും പൊന്നുമോളൊരു കാര്യം മനസ്സിലായിക്കോ. ഇവിടെ എൻ്റെ ആളുകളാ. പണെറിഞ്ഞ വീഴാത്ത ആരും ഈ ലോകത്തില്ലടി. ഉണ്ടാകും നിന്നെപ്പോലെ ചില വിവരദോഷികൾ. അവനൊന്ന് പൂച്ചിച്ചു. വഴിന്ന് മാറൂ, എനിക്ക് പോകണം. അങ്ങനെ അങ്ങ് പോയാലോ? ഈ കേസാണ് എനിക്ക് മുടങ്ങിയത് എൻ്റെ 2 ഇന്റർനാഷണൽ ട്രിപ്പുകളാണ്. പക്ഷെ എനിക്കതിൻ്റെ രോമത്തിൻ്റെ വില പോലുമില്ല. നീ എന്താടി കരുതിയത്? എന്നെ അങ്ങ് ഉണ്ടാക്കി കളയാന്നോ? ഈ ക്രിസ്റ്റഫർ വിചാരിച്ചാ വേണമെങ്കിൽ നിന്നെയും വിലക്കെടുക്കും. കാണോ നിനക്ക്? അതും പറഞ്ഞ അവിടെ അരയിലൂടെ കൈയിട്ട് തന്നിലേക്ക് അണച്ചു. അവന്റെ ആ പ്രവൃത്തിയിൽ പതറിപ്പോയ പാർവതി അവനെ ഒന്ന് ആഞ്ഞു തള്ളി. തന്റെ ശരീരത്തിൽ തൊട്ട ദേഷ്യത്തിൽ അവന്റെ കവിൾ നോക്കി ഒന്ന് ആഞ്ഞടിച്ചു. എന്നാൽ അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തതിനാൽ അവനൊരു നിമിഷം കൈകൊണ്ട് തന്റെ കവിളൊന്ന് പൊത്തിപ്പിടിച്ചു. സ്റ്റേഷന് മുമ്പിൽ അവിടെ ഇവിടെയായി കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. പുറത്ത് 2-3 പോലീസുകാരുമുണ്ട്. എല്ലാവരും തങ്ങളെ തന്നെ നോക്കുന്നു. ഡോ, താനെന്താടോ കരുതിയത്? അങ്ങനെ കാശുണ്ടെങ്കിൽ നിനക്ക് എന്തും വിലക്കെടുക്കാൻ കഴിയുന്നോ? എന്നാൽ അത് ഇയാളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. പണത്തിന്റെ മഞ്ഞളിപ്പേണ്ട് നിന്റെ കൂടെ വരുന്നവരുണ്ടാവും. പക്ഷേ അതിൽ താൻ എന്നെ കണക്കാക്കേണ്ട. എന്റെ ശരീരത്തിൽ ആരെങ്കിലും കൈവച്ചാ അതിന്റെ മറുപടി ഇങ്ങനെയായിരിക്കും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ ഈ കേസിന് സാക്ഷി പറയെത്തുന്നത് ഞാനൊരു സാധാരണക്കാരിയായതുകൊണ്ടാ. നിങ്ങളെപ്പോലെ കാശിന്റെ അഹങ്കാരത്തിൽ മുന്നും പിന്നും നോക്കാതെ ലക്ഷറി വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ നെട്ടോട്ടിടുന്ന ഞങ്ങളുടെ ഗതികേട് നിങ്ങൾക്ക് അറിയില്ല. അവൾ വിറച്ചുകൊണ്ട് അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞു. അപ്പോഴേക്കും 2 പോലീസുകാർ അവർക്കരിയിലേക്ക് ഓടിയെത്തിയിരുന്നു. സർ പ്ലീസ്, ആളുകൾ ശ്രദ്ധിക്കുന്നു. എല്ലാം തൽക്കാലത്തേക്കൊന്ന് അടങ്ങി വരികയാണ്. ഇനി സാറായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. കുട്ടി പ്ലീസ്, ആളുകൾ ശ്രദ്ധിക്കുന്നു. കുട്ടി ഇപ്പോൾ പോകാൻ നോക്ക്. അതിലൊരു പോലീസുകാരൻ അവനെ അന്യനയിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ പാർവതിയോട് പറഞ്ഞു. നിറഞ്ഞു വന്ന ദേഷ്യം ഒതുക്കി തോളിലെ ബാഗ് ഒന്നുകൂടി കയറ്റിക്കൊണ്ട് അവന്റെ എതിർദിശയിൽ അവൾ നടന്നുപോയി. അന്ന് തന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് കത്തുന്ന മുഖത്തോടെ തന്നെ നോക്കി നടന്നീങ്ങിയ ക്രിസ്റ്റിയുടെ മുഖം ഓർത്തുകൊണ്ട് അവളൊന്ന് നെടുവേർപ്പെട്ടു. സബാഷ്. അപർണ കൈയും താടിയിൽ കൊടുത്ത് അങ്ങനെ ഇരുന്നു. എന്നാലും എന്റെ പാറു, അയാൾ അങ്ങനെ അടിക്കേണ്ടിയിരുന്നില്ല. വേണ്ടടി, എന്റെ ശരീരത്തിൽ കൈവച്ചവൻ ഞാൻ മടിയിലെത്തി കൊഞ്ചിക്കാം. എന്തേ? അതല്ല ഞാൻ ഉദ്ദേശിച്ച്. നിനക്ക് കുറച്ചുകൂടി സംയമനമൊക്കെ പാലിക്കായിരുന്നു. ഇനി ഇതിന്റെ പേരിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ഓർത്തപ്പോൾ തോന്നിയതാ. എന്തായാലും ഇത്രയ്ക്ക് ആയില്ലേ, ഇനി അനുഭവിക്കാന്നെ. ഞാനാണെങ്കിൽ അമലിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി സെക്രട്ടറി സാറിന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചല്ലേ. സാറിൽ നിന്ന് കുറച്ചായിട്ട് പിടിച്ചാൽ മതി എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്തും നേരിട്ടൂടെ തുടർന്നേ പറ്റൂ. അതും പറഞ്ഞ് ലഞ്ച് ബോക്സ് അടച്ചു വെച്ച് എഴുന്നേറ്റു. അവൾക്ക് പിന്നാലെ അപർണയും. അന്നത്തെ ദിവസം പിന്നെ അവനെ കണ്ടതേയില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം നാരായണേട്ടൻ വന്ന് പറഞ്ഞു. പാർവതി, നിന്നോട് സാറൊന്ന് വരാൻ പറഞ്ഞു. വരാം. സക്രിയ സാറാണെന്ന ഓർമ്മയിലാണ് അവളത് പറഞ്ഞത്. പക്ഷെ ആള് മാറിയെന്ന് ഓർമ്മ വന്നു. സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എന്തിനെന്നറിയാതെ വിറകൊള്ളുന്ന ശരീരത്തെയും അടക്കാൻ അവൾ ആവതും ശ്രമിച്ചുകൊണ്ടിരുന്നു. അനുവാദം ചോദിച്ച് അവൾ മെല്ലെ അകത്തേക്ക് കയറി. അത്രമേൽ ലളിതമായ വേഷത്തിൽ വിയർത്തു തുടങ്ങുന്ന മുഖവുമായി തനിക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നവൾ അവനെന്ന് നോക്കി. സർ, എന്തിനെന്നെ വിളിപ്പിച്ച്? തെല്ലൊരു പേടിയോടെയാണ് അവൾ ചോദിച്ചത്. പാർവതി, കുറച്ചു മുമ്പ് തന്റെ അക്കൗണ്ടിലേക്ക് ഒരു 3 lakh എക്സ്ട്രാ ക്രെഡിറ്റ് ആയിട്ട് പോയിട്ടുണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനാണ് വിളിപ്പിച്ചത്. ഉണ്ട് സർ, അതിനെക്കുറിച്ച് സക്രിയ സാറിന് അറിയാം. ഇറ്റ്സ് ഓക്കെ. അതെന്തിനാണെന്നോ ആർക്കാണെന്നോ എന്നല്ല എനിക്ക് അറിയേണ്ടത്. അവൻ കൈ 2 നെഞ്ചിൽ കെട്ടിക്കൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. പിന്നെ എന്തായെന്ന അർത്ഥത്തിൽ അവൾ തലയുയർത്തി അവനെ നോക്കി. താൻ ആ കാശ് വാങ്ങുമ്പോൾ ചില പേപ്പേഴ്സ് സൈൻ ചെയ്തിരുന്നല്ലോ.
കമ്പനിക്ക് വേണ്ടി തന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും 1 hour കൂടി കടം തീരുമാനം വർക്ക് ചെയ്തോളാന്ന്. അതെ സർ. എന്നിട്ട് ഞാനിവിടെ വന്ന ശേഷം മേഡത്തെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. സോറി സർ, അന്നൊക്കെ ഞാൻ സെക്രട്ടറി സാറിനോട് ചോദിച്ചിരുന്നു. പെൻഡിങ് വർക്കുകൾ ഉണ്ടാകുമ്പോഴും മറ്റും സ്റ്റാഫ് ആരെങ്കിലും ലീവ് ഉണ്ടാകുമ്പോഴും വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ചില ദിവസങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാ ഇന്നു മുതൽ തനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട് എൻ്റെ കൂടെ. അവസാനത്തെ വാചകം കേട്ടപ്പോൾ അവൾ ഞെട്ടിലോടെ തലയുയർത്തി അവനെ നോക്കി. സർ, അത് ഞാൻ... എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സർ, ഞാൻ ചെയ്തോളാം. then okay, you can go. അവൻ അതും പറഞ്ഞ് തിരികെ തന്റെ സീറ്റിലേക്ക് വന്നിരുന്നു. തിരിച്ച് ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അമലുവിന്റെ ചികിത്സക്കായി എന്ന് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായിരുന്നു അത്രയും പൈസ. മേരി ആന്റിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു സക്കറിയ സാറ്. 5ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് തന്റെ അമ്മ മരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് വെറും 3 മാസമേ അമ്മ അച്ഛനോടൊപ്പം താമസിച്ചിട്ടുള്ളൂ. ജോലി സ്ഥലത്തേക്ക് പോയ അച്ഛൻ പിന്നെ തിരികെ വന്നില്ല. പ്രണയ വിവാഹമായിരുന്നു അവരുടേത്. അതുകൊണ്ട് അമ്മയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാനുമായില്ല. ഗർഭിണിയായ അമ്മ പ്രസവെടുക്കാറായപ്പോൾ സ്വന്തം കൂട്ടുകാരി നടത്തിക്കൊണ്ടുവന്ന അനാഥാലയത്തിൽ അഭയം തേടി. അങ്ങനെ തന്നെ ജനനം മുതൽ തങ്ങളുടെ ജീവിതം അവിടെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ചായപ്പോൾ തന്നെ നഷ്ടപ്പെട്ടതായിരുന്നു മേരി ആന്റിക്ക് അവരുടെ ഭർത്താവിനെ. അവിടുന്ന് അങ്ങോട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനും സംരക്ഷിക്കാനും മാത്രമായി ജീവിതം മാറ്റിവെച്ചവരായിരുന്നു അവർ. ആന്റിയുടെ കൂടെയുള്ള ആ ജീവിതത്തിൽ ഞാനും അമ്മയും അത്രമേൽ സന്തോഷത്തിലായിരുന്നു. വേറെ കുറച്ച് അന്തേവാസികളുണ്ടായിരുന്നു അവിടെ, എല്ലാവരും പ്രായമായവർ. അത്യാവശ്യം ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച അമ്മ അടുത്തുള്ള ഒരു തുണിക്കടയിൽ ഡ്രസ്സ് തയ്ക്കാൻ പോയി തുടങ്ങി. അമ്മ പോകുമ്പോഴൊക്കെ കുഞ്ഞായിരുന്നതിനെ നോക്കിയിരുന്നത് അവിടുത്തെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇതുപോലെ കടലിൽ നിന്നിറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മയെ ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ച്. ആരും ആശുപത്രിയിൽ എത്തിക്കാനില്ലാതെ റോഡിൽ കിടന്ന് രക്തം വാർന്നാണ് അമ്മ മരിച്ചതെന്ന് ഡോക്ടറുടെ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു അന്ന് റോഡിൽ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആ സ്ത്രീയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മുതിർന്നു. അമ്മയുടെ മരണശേഷം പിന്നെ അങ്ങോട്ട് പഠിച്ച മേരി ആന്റിയുടെ സഹായത്തോടെയായിരുന്നു. ഗവൺമെന്റ് സഹായത്തോടെ നടത്തിപ്പോയിരുന്ന ചാരിറ്റി ട്രസ്റ്റ് ആയതിനാൽ അതിനൊന്നും വലിയ വിഷമമുണ്ടായില്ല. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ അമല് വരുന്നത്. അന്നൊരു പ്രഭാതത്തിൽ ഞങ്ങളുടെ കോൺവെന്റിന്റെ തിണ്ണയിൽ ഒരു പുതപ്പ് പുതച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന അവനെ കാണുമ്പോൾ അടുത്തൊരു പേപ്പറിൽ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്ന് കൂടി എഴുതിയിരുന്നു. അന്നു മുതൽ ഞങ്ങൾ അവനെ അമുലു എന്ന് വിളിച്ചു. ആന്റിക്കും എനിക്കും പുതുതായി കിട്ടിയ കൂട്ടായിരുന്നു അവൻ. ആ 2 വയസ്സുകാരൻ 2-3 ദിവസം അമ്മയെന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയെങ്കിലും പതിയെ പതിയെ ആന്റി അവൻ അമ്മയായി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്കും ജീവിതം സന്തോഷപൂരിതമായിരുന്നു. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ 2 മുത്തശ്ശിമാരും ഒരു മുത്തശ്ശിയൊക്കെ എന്നേക്കുമായി ഞങ്ങളെ വിട്ടകന്നു. ഞങ്ങൾ പിന്നെ അമലിനെ സ്കൂളിലൊക്കെ ചേർത്തു. 2ാം ക്ലാസ്സിലായിരിക്കെയാണ് അവനൊരിക്കൽ സ്കൂളിൽ തലയുറ്റി വീണു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ ഇടയ്ക്കിടെ ആൾക്ക് ക്ഷീണവും തലയുറ്റലും കൂടി വന്നു. ഒരുപാട് ടെസ്റ്റുകൾക്ക് ശേഷമാണ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജായിരുന്നു. അതറിഞ്ഞ മേരി ആന്റിയും ഞാൻ ഒരുപാട് തകർന്നു പോയി. ഡിഗ്രി ഫൈനലായിരുന്ന ഞാൻ അന്നേ മനസ്സിലുറപ്പിച്ചതായിരുന്നു എത്രയും പെട്ടെന്നൊരു ജോലി. ഇനി അത് തന്നെയാണ് അത്യാവശ്യമെന്ന് ആരും പറഞ്ഞു തരേണ്ടിയിരുന്നില്ല. പ്രായാധിക്യം കൊണ്ടും അമലുവിന്റെ അസുഖം കാരണവും മേരി ആന്റി ഒരുപാട് തളർന്നുപോയി. ഇനിയും തന്നെ കൊണ്ട് മുന്നോട്ട് നീക്കാൻ കഴിയില്ലെന്നുകൊണ്ടായിരുന്നു തന്റെ കീഴിലായിരുന്ന അനാഥ മന്ദിരം പൂർണ്ണമായി ഗവൺമെന്റിന് വിട്ടുകൊടുത്ത്. പക്ഷേ തന്നെ ഈ അമലുവിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ ആന്റിക്ക് ആവുമായിരുന്നില്ല. അല്ലെങ്കിൽ എന്തു വന്നാലും ആന്റിയെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ എനിക്കും കഴിയില്ലായിരുന്നു. ആന്റിയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ലെന്നും അമലുവിനെ നമുക്ക് ചികിത്സിക്കാമെന്നും ഉറപ്പ് കൊടുത്തു. ഡിഗ്രി റിസൾട്ട് വന്ന ശേഷം താൻ ഇനി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി തന്നെയായിരുന്നു. അങ്ങനെയാണ് ആന്റി കൂടെ പഠിച്ചിരുന്ന സക്കറിയ സാറിന്റെ സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ചോദിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അമലുവിന്റെ ഡോക്ടർ ടെസ്റ്റിന് അയച്ചു കൊടുത്തതിന്റെ കാര്യം അറിയിക്കാനായി വരാൻ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ആണെന്നും ബോൺ മാരോ ട്രീറ്റ്മെന്റ് ചെയ്താൽ കുറേയൊക്കെ വിജയിക്കുമെന്നും പറഞ്ഞു. എന്നാൽ അതിൻ്റെയൊക്കെ ചെലവ് കേട്ടപ്പോൾ ശരിക്കും തളർന്നുപോയി. തനിക്കും മേരി ആന്റിക്ക് ഒരിക്കലും പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാൻ കഴിയില്ലാത്തൊരു തുക. അങ്ങനെയാണ് സക്കറിയ സാറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് ഒരുമിച്ച് വാങ്ങുന്നത്. തന്റെ ശമ്പളത്തിൽ നിന്ന് കുറച്ചായി പിടിച്ചാൽ മതിയെന്നും ഓവർ ടൈം ജോലി ചെയ്യാൻ തയ്യാറാണെന്നും അറിയിച്ചു. പക്ഷേ തന്റെ MD ആയി ഇയാൾ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കണ്ണിൽ നിന്നും കവിളിലേക്ക് ഇറങ്ങുന്ന മിഴിനീർ നനവാണ് അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. എന്തു വന്നാൽ ഇനി നേരിടുകയെ പറ്റൂ എന്ന നിശ്ചയദാർഢ്യത്തോടെ അവൾ വീണ്ടും തന്റെ സ്ഥാനത്ത് വന്ന് നിലയുറപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ എല്ലാവരും പഞ്ച് ചെയ്തിറങ്ങി. തന്നെ കാത്തുനിന്ന അപർണയെ നിർബന്ധപൂർവ്വം തന്നെ പറഞ്ഞയച്ചു. തന്റെ കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ അവൾ കാത്തുനിന്നിട്ടും കാര്യമില്ല. രണ്ടാളും 2 റൂട്ടിലേക്കാണ്. എങ്കിലും ബസ് സ്റ്റോപ്പ് വരെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് അധികം അവൾ പോവാറ്. പാർവതിമല്ല MDയുടെ ക്യാബിന് നേരെ നടന്നു. അനുവാദം ചോദിച്ചപ്പോൾ യെസ് എന്ന് മറുപടി വന്നു. സർ, എന്താണ് ചെയ്യാനുള്ളത്? അവൾ മേലെ ചോദിച്ചു. ആരോടോ ഫോണിലായിരുന്ന ക്രിസ്റ്റി തന്റെ മുമ്പിലുള്ള കസേരയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ മേലെ കസേര നീക്കിയിട്ടിരുന്നു. നെറ്റിയിൽ രാവിലെ തൊട്ട ചന്ദനക്കുറി പകുതിയും മാഞ്ഞിരിക്കുന്നു. ആ ഭംഗിയേറിയ മുഖത്ത് തന്നെയായിരുന്നു ഫോണിലാണെങ്കിലും ക്രിസ്റ്റിയുടെ കണ്ണുകൾ. ഒരു കയ്യിൽ മേശയിലുണ്ടായിരുന്ന പേപ്പർ വെയിറ്റും കറക്കിക്കൊണ്ട് അവൻ അവളെ തന്നെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്.
കഴുത്തിലൂടെ ഇട്ടിരിക്കുന്ന ഷാളിനുള്ളിലൂടെ ഒരു ചെറിയ കുരിശ് ലോക്കറ്റുള്ള ചെയിൻ കണ്ടതും ക്രിസ്റ്റഫറിന്റെ കണ്ണുകളൊന്ന് കൂർത്തു. ഇതേ സമയം താഴോട്ട് മാത്രം നോക്കിയിരുന്ന പാർവതി ഒന്ന് തലയുയർത്തിയപ്പോൾ കണ്ടത് തന്റെ കഴുത്തിലേക്ക് നോക്കുന്ന അവനെയാണ്. അവൾ വേഗം തന്നെ ഷാൾ ഒന്നുകൂടി താഴ്ത്തിയിട്ടു. ഇനി അവന്റെ നോട്ടം താങ്ങാനാവാത്ത പോലെ കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു. ചെറുതായി വെള്ളം നിറച്ച കണ്ണുകൾ ഇനിയും തന്നെ ഇങ്ങനെ നോക്കില്ലേ എന്ന് അവനോട് കെഞ്ചുന്ന പോലെ തോന്നി ക്രിസ്റ്റിക്ക്. ഓക്കെ ദാസ്, ഐ വിൽ കോൾ യു ലൈറ്റർ. എന്തോർത്ത പോലെ അവൻ പറഞ്ഞാൽ കോൾ കട്ട് ചെയ്ത് ഫോൺ ടേബിളിലേക്ക് ഇട്ടു. സർ, എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്? അവൾ വീണ്ടും വാസിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൻ തനിക്ക് മുമ്പിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് അവൾക്ക് നേരെ തിരിച്ചു വെച്ചു. പുതിയ പ്രൊജക്ടിന്റെ ടോട്ടൽ തീമാണിത്. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് എനിക്ക് 2-3 അഡ്വൈസ് കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ശേഷം അവൻ ഡ്രോയറിൽ നിന്നൊരു ഫയൽ കൂടി എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ വേഗം അതിലെ പേപ്പേഴ്സ് കയ്യിലെടുത്തു. ശേഷം ലാപ്പിലെ സ്ക്രീനിൽ നോക്കി തന്റെ ജോലി തുറന്നു. എന്നാൽ ഈ സമയം മുഴുവൻ ക്രിസ്റ്റഫർ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ വെയിറ്റ് കറക്കിക്കൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു. അവൻ തന്നെ നോക്കുന്നുണ്ടെന്നറിഞ്ഞ അവളിൽ വിരിയുന്ന വിറയാർന്ന ഭാവങ്ങളെല്ലാം അവളോടുള്ള പ്രതികാരം പോലെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഏത് നേരത്താണ് അവന് തനിക്ക് കൈവീശി അടിക്കാൻ തോന്നിയെന്ന് പാർവതിയും മനസ്സിലോർത്തു. ഇതുപോലുള്ളൊരു പ്രതികാരം വീട്ടിൽ ഇനി ആർക്കും ഉണ്ടാവരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു. അരമണിക്കൂറിന് ശേഷം അവൾ വീണ്ടും അവനെ വിളിച്ചു. സർ, ഇത് കംപ്ലീറ്റ് ആയി, പക്ഷെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കട്ടെ. അതും പറഞ്ഞ അവൻ മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് പിന്നിലായി വന്നു. കസേരയിലിരിക്കുന്ന അവളുടെ പിറകിലായി വന്നു നിന്നുകൊണ്ട് അവൻ ചെയ്തു വെച്ചിരുന്നെല്ലാം ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കി. എന്നാൽ തന്റെ പുറകിലായി നിൽക്കുന്നവന്റെ നിശ്വാസ ചൂടിൽ വെട്ടി വിയർത്തുപോയി പാർവതി. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആവാതെ ആ കസേരയിൽ മുറുകെ പിടിച്ച് അവന്റെ ജോലി കഴിയുമ്പോൾ അവൾ അങ്ങനെയിരുന്നു. എന്നാൽ തന്റെ മുന്നിൽ പതുങ്ങിയിരിക്കുന്ന ആ പൂച്ചക്കുഞ്ഞിന്റെ വിറയിലും വെപ്രാളവും അത്രമേൽ ആസ്വദിച്ച് അവനും ജോലി ഇറന്നു. ഓക്കെ, ഫിനിഷ്. നൗ യു ക്യാൻ ഗോ. ജീവൻ കിട്ടിയ ആശ്വാസത്തിൽ അവൾ വേഗം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിന് നേരെ നടന്നു. ഇതിന്റെ ബാക്കി നാളെ ഉണ്ടാവും. വേറെ വഴിയില്ലാത്തതിനാൽ അവനെ തിരിഞ്ഞു നോക്കാതെ തന്നെ തലയാട്ടിക്കൊണ്ട് അവൾ ഡോറിന്ന് പുറത്തേക്ക് പോയി. അവൻ അരികിലുണ്ടായിരുന്നപ്പോൾ നിയന്ത്രണം വിട്ട് തുടിച്ചിരുന്ന തന്റെ ഹൃദയമിടിപ്പിനെ വരിതിൽ കൊണ്ടുവരാനെന്ന പോലെ അവൾ ആഞ്ഞൊന്ന് ശ്വാസം വിട്ടു. ശേഷം ക്യാബിനെത്തി തന്റെ ബാഗ് എടുത്ത് രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് ഇനിയും 10 മിനിറ്റ് നടക്കാനുണ്ട്. എന്നും പോകുന്ന ബസ് പോയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കൂടി നിന്നാൽ താൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പോകുന്ന ബസ് വരും. ഇനി അതും പോയിട്ടുണ്ടാവും. കാലമാണ് എന്നെ മനഃപൂർവ്വം വൈകിപ്പിച്ച. അവൾ മനസ്സിൽ ക്രിസ്റ്റിയെ പ്രായിക്കൊണ്ട് വേഗത്തിൽ നടന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ബസ് വരുന്ന ദിശയിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ഇന്ന് പെൻഡിങ് വർക്കുണ്ടെന്ന് പറഞ്ഞ് ആൻറ്റിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അതാണ് വിളിയൊന്നും കാണാത്തത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ 6 മണി കഴിയും വീട്ടിലെത്താൻ. അപ്പോഴാണ് തനിക്ക് മുമ്പിലേക്ക് ഒരു ബ്ലാക്ക് ഡിഫൻഡർ വന്ന് നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഗ്ലാസ് അടത്തിയോട് ക്രിസ്റ്റഫറുകളൊന്നും നോക്കി. അവനെ കണ്ടത് അവൾ വേഗം മുഖം തിരിച്ചു. ഇനിയിപ്പോ ബസ്സുണ്ടോ? അവനൊട്ടും ഗൗരവം വിടാൻ അവളോട് ചോദിച്ചു. ഉണ്ടായിരുന്നു, ഇന്നിനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്നവാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. വേണ്ട വേണ്ട സർ, ഞാൻ പോയിക്കോളാം. അപ്പോഴേക്കും ഹോൺ അടിച്ചുകൊണ്ട് ദൂരെ നിന്ന് വരുന്ന ബസ്സിലേക്ക് കയറാനായി അവൾ വേഗം റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. അവനിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവൾ വേഗം ബസ് കയറി. അല്ലെങ്കിൽ തന്നെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് ഇടുമോ എന്ന് അവൾ ഭയന്നു. എന്നാൽ തന്നിൽ നിന്ന് രക്ഷപ്പെട്ടോടി ബസ്സിൽ കയറുന്നവളെ അവനൊരു ചിരിയാല് നോക്കി നിന്നു. അവളെന്ന ആ പെണ്ണിനോട് നിർവചിക്കാനാവാത്തൊരു വികാരം മെല്ലെ മുള പൊട്ടുന്നുണ്ടായിരുന്ന ക്രിസ്റ്റിയുടെ മനസ്സിൽ. രാത്രിയിൽ ജാലകത്തിലൂടെ നിലാവൊഴുകുന്ന ആകാശത്തിലേക്ക് തന്നെ നോക്കി നിന്നു പാർവതി. പിന്നെ തന്റെ അടുത്തായി കിടന്നിരുന്ന അമുലുവിനെ നേരെ കിടത്തിക്കൊണ്ട് വാതിലടച്ചു. അപ്പോഴെന്തിനെന്നറിയാതെ അവന്റെ മുഖം അവളുടെ ഉറക്കം കെടുത്തി. മുന്നോട്ടും വീണ്ടും ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ എക്സ്ട്രാ വർക്കുകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവൾ എത്രയും വേഗം അവനെ ഒഴിവാക്കി കൊടുത്തു. ഇന്നും ഇതുപോലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞാണ് ഓഫീസിലെത്തിയത്. വൈകുന്നേരമായപ്പോൾ അവൾ വേഗം അവന്റെ ക്യാബിലേക്ക് നടന്നു. അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ അകത്ത് കയറിയപ്പോൾ തന്നെ കണ്ട് ധൃതിയിൽ എങ്ങോട്ടോ വേണ്ടി പോകാനൊരുങ്ങുന്നവനെ. പാർവതി, ഇന്ന് തന്നെ ഡ്യൂട്ടി പുറത്താണ്. എൻ്റെ കൂടെ വരേണ്ടി വരും. ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാനുണ്ട്. മേ ബി ഡീൽസ് ഒക്കെ ഓൺ ദി സ്പോട്ട് തന്നെ ഉണ്ടാവും. നാരായണൻ ലീവാണ്. എന്നാലും എനിക്കൊരു അസിസ്റ്റന്റ് വേണം. സോ കം വിത്ത് മീ. അവൻ വേഗം ലാപ്ടോപ്പ് ബാഗിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. മറുത്തൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ അവൾ വേഗം ക്യാബിനെത്തി തന്റെ ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങി. താനെന്താ നോക്കിയിരിക്കുന്നത്? വേഗം വന്ന് കയറ്. അവൻ വേഗം ബാക്ക് സീറ്റിൽ കയറി. അതും കൂടിയായപ്പോൾ അവൾക്ക് പൂർത്തിയായി. അവൾ വേഗം അവന്റെ മറു സൈഡിലായി കയറി. അവിടുന്ന് 1/2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ പറഞ്ഞു വെച്ച സ്ഥലത്തെത്തി. ധൃതിയിൽ ഡോർ വന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ കൂടെ ബാഗ് സീറ്റിൽ വെച്ചുകൊണ്ട് അവളും ഇറങ്ങി. അവരെ കാത്തു നിൽക്കുന്ന പോലെ കുറച്ചാളുകൾ താഴെ തന്നെ ഉണ്ടായിരുന്നു. അവൻ വേഗം കയ്യിലുണ്ടായിരുന്ന ഫയൽസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഒരു കയ്യിൽ ചെറിയൊരു ഐപാഡ് എടുത്ത് അവർക്കടുത്തേക്ക് നടന്നു. തന്റെ കയ്യിലെ ഫയൽസ് അടക്കി പിടിച്ച് അവൾ അവനെ അനുഗമിച്ചു. അവിടുന്ന് ഒരു 3/4 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ആ മീറ്റിംഗ് അവസാനിച്ച്. ഡീലിങ്സിന്റെ പേപ്പേഴ്സ് എല്ലാം ശരിയായി അടക്കി വെച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചപ്പോൾ ആ ഫയലിൽ നിന്ന് ഓരോന്ന് എടുത്തു കൊടുക്കാൻ അവൾക്ക് എളുപ്പം തോന്നി. തിരിച്ചു വണ്ടിയിലിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. അപ്പോഴാണ് അവൾ നേരം കുറച്ചുകൂടി വൈകിയില്ലെന്ന് ഓർത്തുപോയത്. വേഗം ബാഗ് തുറന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. മോളെ, നീ എവിടെയാ? ഒന്ന് വേഗം വരുമോ? നമ്മുടെ അമലിന്ന് ക്ലാസ്സിൽ തലയുറ്റി വീണു. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലില്ല.
അപ്പുറത്തുനിന്ന് ആന്റിയുടെ കരച്ചിൽ. ആന്റി, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവനൊന്നും വരില്ല, ഞാനിപ്പോൾ എത്താം. അവൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. കവിളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ തുടക്കുമ്പോഴാണ് തനിക്കടുത്തായി തന്നെ നോക്കി നിൽക്കുന്ന അവനെ കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് പരിസരബോധം വന്ന്. ഏയ്, വാട്ട് ഹാപ്പൻഡ്? വൈ ആർ യു ക്രൈയിങ്? സർ, എൻ്റെ അമലു, അവന് ഹോസ്പിറ്റലിലാണ്, എനിക്ക് അവിടെ എത്തണം, പ്ലീസ്, എന്നെ അവിടെ വിട്ടാൽ മതി. തികട്ടി വരുന്ന കരച്ചിൽ അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഏത് ഹോസ്പിറ്റലാണ്? സൺറൈസ്. ഓക്കെ. അവൻ വേഗം വണ്ടി അങ്ങോട്ട് വിടാൻ ഡ്രൈവറോട് പറഞ്ഞു. സോറി, അത് തന്നെ ആരാണെന്ന് പറഞ്ഞ്? എൻ്റെ ബ്രദറാണ്. എന്തു പറ്റിയതാ? അവന് ക്യാൻസറാണ് സർ, ഇങ്ങനെ ഇടയ്ക്കിടെ തലയുറ്റിൽ വരും. അവൾ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് ഒരുതരം നിർവികാരമായ ശാന്തതയോട് അവനോട് പറഞ്ഞു. സോറി. അതും പറഞ്ഞ് ഇനിയൊന്നും അവളോട് ചോദിക്കാനില്ലാത്ത പോലെ അവനും തിരിഞ്ഞിരുന്നു. സൺറൈസ് ഹോസ്പിറ്റലിൽ വണ്ടി നിർത്തിയതും അവളൊരു ഓട്ടമായിരുന്നു. പാർവതി, അവൻ വിളിച്ചെങ്കിലും അവളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വെയിറ്റ്. ഡ്രൈവറോട് അതും പറഞ്ഞ് ഷർട്ടിന്റെ മുകളിലിട്ടിരുന്ന ബ്ലേസർ സീറ്റിലേക്ക് ഊരിയിട്ടുകൊണ്ട് ഇറങ്ങി. കരഞ്ഞുകൊണ്ട് ഐസിയുവിന് മുമ്പിലെത്തുമ്പോൾ പാർവതി നന്നായി കിതച്ചിരുന്നു. ഐസിയുവിന് മുമ്പിലായി ആന്റിയും സക്രിയ സാറും ഉണ്ടായിരുന്നു. മോളെ അമലു. അവളെ കണ്ടതും ആന്റി സങ്കടം സഹിക്കാനാവാതെ വിതുമ്പി. പാർവതി കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അവർക്ക് മുമ്പിലേക്ക് സക്രിയ സാറ് കയറി നിന്ന്. ഏയ്, ഒന്നുമില്ല പാർവതി, അവനൊന്ന് തലയിറങ്ങി വീണതാ. ടീച്ചേഴ്സ് എന്നെ ഇവിടെ എത്തിച്ച്. സ്കൂൾ കിട്ടാൻ സമയമായിരുന്നല്ലോ, ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോഴാ പോയത്. അവന് സ്ഥിരമായിട്ട് ഇവിടെ കൺസൾട്ട് ചെയ്യാറുള്ളത് അറിയാവുന്നതുകൊണ്ട് എളുപ്പമായി. അതുകൊണ്ട് അവർ വേഗം ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞു. നിനക്ക് ഒരുപാട് തവണ വിളിച്ചു നോക്കി, ഫോൺ എടുക്കാത്തതുകൊണ്ടാ മേരി എന്നെ വിളിച്ച്. ഞാൻ ക്രിസ്റ്റിയെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അവനും ഫോൺ എടുത്തില്ല. നാരായണനെ വിളിച്ചപ്പോൾ അവനിന്ന് ലീവാണെന്ന് പറഞ്ഞു. പിന്നെ ഓഫീസ് ടൈം കഴിഞ്ഞുകൊണ്ട് അവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് പോന്നു. സക്രിയ സാറ് അവളോടെല്ലാം വിശദീകരിച്ചു. അപ്പോഴാണ് അവൾക്ക് പിന്നിലായി വേഗത്തിൽ നടന്നു വരുന്ന ക്രിസ്റ്റിയെ അവർ കണ്ടത്. അവനെ കണ്ടപ്പോൾ അയാൾ വേഗം അരികിലേക്ക് നടന്നു. എടാ, നീ എവിടെയായിരുന്നു? ഫോൺ എവിടെയാ നിന്റെ? ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ? ഓ സോറി, അത് വണ്ടിയിലായിരുന്നു. ഞാനൊരു സൈറ്റ് കാണാൻ പോയതാ, ഫോൺ എടുക്കാൻ പറ്റിയില്ല. അല്ല, ചാച്ചനെന്താ ഇവിടെ? അതൊക്കെ പറയാം, നീ വാ. അയാൾ അവനെയും കൊണ്ട് മേരിയുടെ അരികിൽ വന്ന് നിന്നു. മേരി, ഇതാണ് ക്രിസ്റ്റഫർ. അയാൾ അവനെ അവൾക്ക് പരിചയപ്പെടുത്തി. അപ്പോഴും ഐസിന് മുമ്പിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്ന കരഞ്ഞു കലങ്ങിയ രണ്ട് മിഴികൾ അവനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഐസിയുവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. സാജൻ തോമസ്, കേരളത്തിൽ നിന്ന് തന്നെ നമ്പർ 1 ഓങ്കോളജിസ്റ്റ്. ഡോക്ടർ, എൻ്റെ അമലുവിന് എങ്ങനെയുണ്ട്? അയാളെ കണ്ടപ്പോൾ തന്നെ പാർവതി ഓടിച്ചെന്നു. ആൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. ഇനി എന്തായാലും നമ്മുടെ സർജറി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണ്ട. കഴിയുന്നത് നമുക്ക് ഈ ആഴ്ച തന്നെ ചെയ്യണം. നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇറ്റ്സ് വെരി അർജന്റ്. അതും പറഞ്ഞ് താഴ്ത്തി വെച്ചിരിക്കുന്ന മാസ്ക് മുഖത്തേക്ക് ഉയർത്തിയിടുമ്പോഴാണ് കുറച്ചെങ്കിലായി ഫോണിൽ എന്തോ തേടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റിയെ ഡോക്ടർ കാണുന്നു. ഹലോ ക്രിസ്റ്റഫർ. അയാൾ ഒരു പരിചയത്തോടെ അവനെ വിളിച്ചു. ഹലോ സാജൻ. അവനും പരിചയത്തോടെ കൈ കൊടുത്തു. നീ എന്താണ് ഇവിടെ? ഇയാൾ എൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ക്രിസ്റ്റി പാർവതി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ശരി, ഞാനും കുറച്ച് ബിസിയാ. ഡോക്ടർ ക്രിസ്റ്റിയോട് പറഞ്ഞുകൊണ്ട് അതിനുള്ളിലേക്ക് കയറിപ്പോയി. ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞ് അമലുവിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ എന്നൊരു നേഴ്സ് വന്ന് പറഞ്ഞു. മേരി ആൻറ്റി മെല്ലെ എഴുന്നേറ്റ് സക്രിയ സാറിൻ്റെ അടുത്ത് വന്നു. സക്രിയ, ഇനി നിങ്ങൾ പോയിക്കോളൂ. അവന് റൂമിലേക്ക് മാറ്റാൻ ഇനിയും സമയമെടുക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ പാറു വന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അവരടുത്ത് നിന്ന് ക്രിസ്റ്റിയും കൂടി നോക്കിയിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ വരാം. ക്രിസ്റ്റി അവർ രണ്ടാളെയും നോക്കിയിട്ട് വേഗം പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലൊരു കവറും ഒരു ജ്യൂസ് ബോട്ടിലുമായി വന്നു. ആൻറ്റി, ഇത് കുറച്ച് ഫുഡാണ്. പിന്നെ അവളൊന്നും കഴിച്ചിട്ടില്ല. ഓഫീസ് ടൈം കഴിഞ്ഞപാടെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ഒരു ഓട്ടോ ആയിരുന്നു. കുറച്ചകലെയായി കസേരയിൽ തളർന്നു നിൽക്കുന്ന പാർവതി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരി മേരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. സക്രിയ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റിക്ക് പാർവതിയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും അവരെല്ലാവരും ഉള്ളതുകൊണ്ട് അവൻ പതിയെ അവളെ നോക്കിക്കൊണ്ട് സക്രിയയുടെ പിന്നാലെ നടന്നു. ചാച്ചനൊന്നും പറഞ്ഞില്ല. തിരിച്ചു വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ ക്രിസ്റ്റി ചോദിച്ചു. ഞാൻ പറയാം, നീ കയറ്. അവൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അത് മേരി, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവളാ. ഞങ്ങളുടെ ഗ്യാങ്ങിലെ സ്മാർട്ട് സ്റ്റുഡൻ്റ് അവളായിരുന്നു. കോളേജ് കാലത്ത് തന്നെ അത്യാവശ്യം ചാരിറ്റിയും സാമൂഹ്യ സേവനത്തിലെല്ലാം വലിയ താല്പര്യമുള്ളവരായിരുന്നു അവൾ. വിവാഹം കഴിച്ച് ഞങ്ങളുടെ ഒരു സീനിയറേ ആയിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ചായപ്പോഴേക്കും അവൾക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം പാവപ്പെട്ടവരെ അനാഥരെയും സംരക്ഷിക്കാനായി ഒരു ചാരിറ്റി ട്രസ്റ്റ് തുടങ്ങി. ഗവൺമെൻറ് കൂടി സഹായത്തിലായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത്. പ്രായമായ കുറച്ച് അന്ത്യവാസികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിലൊരാളായിരുന്നു മേരിയുടെ കൂട്ടുകാരി കൂടിയായിരുന്ന പാർവതിയുടെ അമ്മ. അങ്ങനെ കുഞ്ഞു പാർവതിയും അതിലൊരംഗമായി. അയാൾ പറഞ്ഞിരുത്തിയതും ക്രിസ്റ്റഫർ ഞെട്ടലോടെ അയാളെ നോക്കി. അതെ, അവൾക്ക് ഏകദേശം ഒരു 9 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് മേരിയായിരുന്നു അവളുടെ വളർത്തമ്മ. പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് അമലും അവർക്കിടയിലേക്ക് വരുന്നത്. ഒരു പുലർച്ചെ മേരിയുടെ വീടിൻ്റെ മുമ്പിൽ ഉപേക്ഷിച്ചിട്ട് പോയൊരു കുട്ടിയായിരുന്നു അവൻ. ആ കുട്ടിക്കും മേരി വളർത്തമ്മയായപ്പോൾ പാർവതിക്ക് അത് തൻ്റെ കൊച്ചനിയനായി. ഈ അടുത്താണ് മേരി തൻ്റെ ചാരിറ്റി ട്രസ്റ്റ് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിന് കൊടുത്ത്. അത് അമലുവിന് ക്യാൻസർ ആണെന്നും തുടർന്നുള്ള അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് തന്നെ ലക്ഷങ്ങൾ വേണമെന്നുള്ളതുകൊണ്ടുകൂടിയായിരുന്നു.
എല്ലാം കൂടി അവളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലെന്നായപ്പോൾ പാർവതിക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി റെഡിയാക്കുമെന്ന് ചോദിച്ചു. വളർത്തമ്മയ്ക്കാനും വേണ്ടി എന്ത് ജോലി ചെയ്യാനും അവൾ ഒരുക്കുമായിരുന്നു. അവന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വീണ്ടും ലക്ഷങ്ങൾ വേണമെന്നായപ്പോൾ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞ. പക്ഷെ അതിന് പുറമെ അവൾക്ക് കുറച്ച് പൈസ കൂടി കടായിട്ട് വേണമെന്ന് പറഞ്ഞു. സാലറിയിൽ നിന്ന് പിടിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൾ പൈസ വാങ്ങിയത്. അന്നേ സർജറി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനിയും നല്ലൊരു തുക അതെങ്ങനെ ഒപ്പിച്ച് നോക്കിയിട്ടും കിട്ടാത്തത് കൊണ്ടാവണം സർജറി അടുത്ത മാസത്തേക്ക് നീട്ടിയത്. അക്കാര്യം എനിക്കറിയില്ലായിരുന്നു. മേരി ഇന്നാ എന്നോട് പറയുന്നത്. അയാളൊന്ന് ഇടവീർപ്പെട്ടു. എന്നാൽ തന്റെ മുമ്പിൽ വിറയിലോടെ നിന്നിരുന്ന ആ കൊച്ചു പെണ്ണ് ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവനിൽ എന്തെന്നില്ലാത്തൊരു നൊമ്പരം തീർത്തു. രാത്രി ഏറെയായിട്ടും പുറത്തെ ബെഞ്ചിൽ കാലുമേ കാൽ കയറ്റി വെച്ചിരിക്കുന്ന ക്രിസ്റ്റിയുടെ അടുത്തേക്ക് നടന്നു സക്കറിയ. ഡാ, നേരെ എത്രയായി? നീ കിടക്കാനായില്ലേ? എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല ആശ. ഞാൻ സാജനോട് സംസാരിക്കായിരുന്നു. ആ കുട്ടിയുടെ സർജറി അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന്. അതിനി എത്ര ചെലവ് വന്നാലും. അവൻ വീണ്ടും നിലാവിലേക്ക് തുറച്ചു നോക്കിയിരുന്നു. ക്രിസ്റ്റി, ഡു യു ലവ് ഹർ? അയാളും അതേ നിലാവിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വാട്ട്? ഒരു മുഖവരിയില്ലാത്ത തന്നോടുള്ള തന്റെ ചാച്ചന്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് അമ്പരന്നു. അല്ല, എനിക്കെന്തോ അങ്ങനെ തോന്നി. ഒരിക്കൽ നീ ചെയ്ത തോന്നിയാസിന് നിന്നെ കൈനീട്ടി അടിച്ച പെണ്ണ് അവൾ തൻ്റെ ഓഫീസിലെ വേറൊരു സ്റ്റാഫാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ കണ്ടിട്ടാണ് നീ അവിടെ കയറിയത്. അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് അതിനെ അങ്ങ് അടുത്ത് കിട്ടിയില്ലേ, ഓവർ ടൈം ഡ്യൂട്ടി എന്നും പറഞ്ഞ്. എനിക്ക് തോന്നുന്നു നീ അറിയാതെ തന്നെ നിന്റെ ഹൃദയം അവളെ വല്ലാതെ കൊതിക്കുന്നുണ്ടെന്നാ. അവിടെ സർവവും തകർന്നു നിൽക്കുന്ന ആ പെണ്ണിനെ നോക്കുമ്പോൾ എനിക്കെന്തോ നിന്റെ കണ്ണുകളിൽ അത് കാണാൻ കഴിഞ്ഞു. ഇപ്പം ആ കുട്ടിക്ക് വേണ്ടി സാജനമുള്ള നിന്റെ ഇടപെടൽ കൂടി സത്യം പറഞ്ഞ അവൾക്ക് വേണ്ടിയല്ലേ? അയാളൊരു കുഞ്ഞു പുഞ്ചിരിയോട് അവനെ തലയിരിച്ച് നോക്കി. ആണോ? അതേ ചിരി കടമെടുത്തുകൊണ്ട് അവനെ അയാളെ നോക്കി. എനിക്കറിയില്ല. യു ജസ്റ്റ് ആസ്ക് യുവർ മൈൻഡ്. അവിടെ നിനക്കുള്ളൊരു ഉത്തരം ഉണ്ടാവും. എവിടെയോ 6 മാസത്തിലേറെ സ്ഥിരപ്പെടാത്ത നീ ഇവിടെ കുറച്ചുകൂടി അങ്ങ് ഒട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ അവിടെ നീ തേടുന്ന എന്തോ ഉണ്ടെന്ന്. എനിക്കെന്തായാലും 100% ഓക്കെയാ. കാരണം അവളെപ്പോലൊരു പെൺകുട്ടിക്ക് ഏതൊരാളുടെയും ജീവിതത്തിൽ വെളിച്ചം പരത്താനാവും. വളർത്തമ്മയ്ക്കും ആ കുട്ടിക്കും താങ്ങായി നിന്ന് അതിൻ്റെ ചികിത്സക്കായി ആ പെണ്ണ് എത്രത്തോളം പരിശ്രമിക്കുന്നു. മനസ്സിലെ നന്മയുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അയാൾ അവന്റെ ചുമലിലും തട്ടിക്കൊണ്ട് അവിടെ നടന്നുപോയി. ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയോടെ അവൻ വീണ്ടും ആ ചാരുബെഞ്ചിലേക്ക് തലയായിച്ചു. രാത്രി ഒരു 7 മണിയോടെയാണ് പിന്നെ അമലുവിനെ റൂമിലേക്ക് മാറ്റിയത്. മുഖത്ത് ചെറിയ ക്ഷീണമുണ്ടെങ്കിലും ആളിപ്പോൾ കുറച്ചൊക്കെ ഉഷാറായിട്ടുണ്ട്. മേരി ആൻറ്റി കുറച്ചു മുമ്പേ തന്നെ പോയി ആവശ്യത്തിനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു വന്നിരുന്നു. നാളെ കേട്ട അമലുവിന്റെ സർജറി സാർ ഇപ്പോഴേ ഓട്ടിയിലേക്ക് വിളിച്ചു പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞില്ലേ? അവന്റെ കയ്യിൽ ട്രിപ്പ് ഇടുന്നതിനൊരു നേഴ്സ് ചോദിച്ചു. ഇല്ല, പാർവതി ഒരു ഞെട്ടലോടെ പറഞ്ഞു. ഇനിയിപ്പോൾ സമയം കുറേ ആയില്ലേ, ഇനി നാളെ രാവിലെ റോൺസിന് വരുമ്പോൾ നിങ്ങൾ അറിയിക്കുമായിരിക്കും. അതും പറഞ്ഞ് അവരവിടെ നിന്നും പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ഡോക്ടർ സാജൻ തോമസ് അവരുടെ റൂമിലേക്ക് വന്നു. പാർവതി, ഇന്ന് തന്നെ നമുക്ക് ഇവന്റെ സർജറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. എങ്ങനെ? അയാളെ പറഞ്ഞു മുഴുവനാക്കാതെ അവൾ ചോദിച്ചു. ക്രിസ്റ്റഫർ, നിന്റെ MD, സർജറിക്ക് വേണ്ട എല്ലാ ചെലവും അവൻ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെൻ്റെ സുഹൃത്താണ്. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. എല്ലാ പ്രൊസീജിയേഴ്സും എളുപ്പത്തിലാകാൻ പറഞ്ഞിട്ടുണ്ട്. പേടിക്കേണ്ടതേ, നമുക്ക് നോക്കാം. അതും പറഞ്ഞ അയാൾ അമലുവിന്റെ ചുമലിലായിട്ടും തട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ താനിപ്പോൾ കേട്ടതിന്റെ പകപ്പിൽ നിന്ന് മുക്തയാവാൻ പാർവതിക്കായില്ല. സാർ എന്തിനാണ് ഏറ്റെടുത്ത്? അന്ന് കടെടുത്ത പൈസക്കിനെ കൂടുതൽ സമയം പണിയെടുപ്പിക്കുന്ന ആളാ. എന്നിട്ടിപ്പോ മോളെ, സക്കറിയ ചെയ്ത സഹായങ്ങൾ തന്നെ കൂടുതലാണ്. ഇതിപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടായി കാണും. ആൻറ്റിയും പതിയെ പറഞ്ഞു. അറിയില്ല ആൻറ്റി, സാർ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഇനിയും തന്നെ കൊണ്ട് പകരം വീട്ടാനുള്ള പുതിയ തന്ത്രമാണോ എന്ന് വരെ അവൾ ചിന്തിച്ചു പോയി. എന്തൊക്കെയോ ഓർമ്മയിൽ പാത്രവും എടുത്ത് അമലുവിന് ഭക്ഷണം വാങ്ങാനായി ക്യാൻറ്റീനിലേക്ക് നടന്നു. അവൾ ഭക്ഷണം വാങ്ങി തിരികെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ അമലുവിനടുത്തിരിക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. എന്നാൽ അവളെയും നോക്കിക്കൊണ്ട് വീണ്ടും അമലുവിനോടായി ഓരോന്ന് ചോദിക്കുകയാണ് ആള്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇനി സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇനി ഞാൻ ഇയാളെ കാണാൻ വരുമ്പോൾ എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവരേണ്ടത്? അത് എനിക്കൊരു കുഞ്ഞ് ഡിഫൻഡർ കൊണ്ടുവന്ന് തരുമോ? നിങ്ങളുടെ വണ്ടിയെപ്പോലുള്ള ഒരു ബ്ലാക്ക് കളർ. അവനൊരു കൗതുകത്തോടെ വിടർന്ന കണ്ണാലെ ക്രിസ്റ്റിയെ നോക്കി ചോദിച്ചു. അതിന് നിനക്കെങ്ങനെ അറിയാം എൻ്റെ വണ്ടി ഡിഫൻഡർ ആണെന്ന്? അത് ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, കറുത്ത ഡിഫൻഡറിൽ വരുന്ന ചേച്ചിയുടെ കളിപ്പം ബോസിനെ കുറിച്ച്. അവന് വലിയ കാര്യത്തിൽ പറയുകയാണ്. പിന്നെ ഇങ്ങ് അടുത്തു വാ, ഒരു സ്വകാര്യം പറയാം. എന്താ? അവനൊരു കുഞ്ഞു പുഞ്ചിരിയോടെ അവനടുത്തേക്ക് ചെവി വെച്ചു. നിങ്ങളെന്റെ ചേച്ചി എന്താ വിളിക്കുന്നതെന്നറിയോ? എന്താ? അവൻ പാർവതിയെ നോക്കിക്കൊണ്ട് പതിയെ അമലുവിനോട് ചോദിച്ചു. കാലമാടൻ. അമലു വളരെ പതിയെ അവന്റെ കാതിൽ പറഞ്ഞു. ഇതും കൂടി കേട്ടതോടെ ക്രിസ്റ്റി വാതിലിനടുത്തായി ഒരു പാത്രവും പിടിച്ചു നിൽക്കുന്നവൾ കൂർപ്പിച്ച് നോക്കി. ഇനി നാളെ വരാമെന്ന് പറഞ്ഞ് അവന്റെ മുടിയൊന്ന് ഒലച്ചു വിട്ട് എഴുന്നേറ്റു. സർജറി വൈകുന്നേരം, എല്ലാം സാഹചര്യം നോക്കിക്കോളും. അമലിപ്പോൾ അവന്റെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഇല്ല. സോ ഒന്നിനെ കുറിച്ച് വറീടാവുണ്ട. അവൻ പറയുന്ന പോലെ കേട്ടാൽ മതി. അത്രയും പറഞ്ഞ് പാർവതിയെ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൾ ബോധം വന്ന പോലെ അവനെന്ന് വിളിച്ച്. സർ. അവൻ കോറിഡോറിൽ നിന്നു. അവൾ മെല്ലെ പരിങ്ങിക്കൊണ്ട് അവനരികിലേക്ക് നടന്നു.
സാറെന്തിനാ ഇത്രയും പണം തന്ന്? അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അവനും ഗൗരവത്തോടെയാണ് പറഞ്ഞത്. എല്ലാം ഞാൻ തിരിച്ചു തന്നോളാം. അവന് മുമ്പിൽ തോൽക്കാൻ മനസ്സിലാത്ത പോലെ അവൾ പറഞ്ഞു. തന്നാ മതി, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ എടുത്തോളാം. അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവനും പറഞ്ഞു. അത് കേട്ട പാർവതിയുടെ കണ്ണിരണ്ണ് പുറത്തേക്ക് തള്ളി വന്നു. പോവാനായി 2 അടി നടന്ന് അവൻ വീണ്ടും ഒന്ന് പിന്തിരിഞ്ഞു. പിന്നെ നീ എനിക്കിട്ട പേര് കൊള്ളാം, കാലമാണ്, ഐ ലൈക്ക് ഇറ്റ്. അത്രയും പറഞ്ഞ് അവൻ തിരികെ നടന്നു. ഇയാളിതെങ്ങനെ അറിഞ്ഞു? ഒരു നിമിഷം പാർവതി അതേ നിൽപ്പ് നിന്നു. പിന്നെ വൈകുന്നേരമാണ് അമലുവിനെ കൊണ്ടുപോയത്. ഉച്ച മുതലേ അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. വൈകുന്നേരമാണെന്ന് പറഞ്ഞെങ്കിലും സർജറി കഴിഞ്ഞപ്പോൾ രാത്രി 9 മണിക്ക് ആയിരുന്നു. അവനെ ഒന്ന് കാണിച്ചെന്നുകൊണ്ട് തിരിച്ച് ICUവിലേക്ക് തന്നെ മാറ്റി. പിന്നെ പിറ്റേ ദിവസമാണ് അവനെ റൂമിലേക്ക് ആക്കിയത്. രാവിലെ ആയപ്പോഴേക്കും ക്ഷീണമൊക്കെ മാറിയിരുന്നു. ഡോക്ടർ വന്ന് വീണ്ടും പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. അന്ന് വൈകുന്നേരം അവനെ കാണാൻ വീണ്ടും ക്രിസ്റ്റി വന്നു. കയ്യിൽ അവൻ ചോദിച്ച പോലെ ചെറിയൊരു ഡിഫൻഡർ കൂടി ഉണ്ടായിരുന്നു. അവൻ വന്ന പാടെ അത് അമലുവിന് നേരെ നീട്ടി. എന്നാൽ അപ്രതീക്ഷിതമായി കിട്ടിയ സന്തോഷത്തിൽ അവൻ ക്രിസ്റ്റിയെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം മൈ ബോയ്. അവന് അമലുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ സ്ട്രോങ് അല്ലേ? അവനും തന്റെ കുഞ്ഞു കൈയുയർത്തി മസിൽ കാണിക്കും പോലെ പറഞ്ഞു. ഡോക്ടർ എന്ന് പറഞ്ഞു. അടുത്തായിരിക്കുന്ന ആന്റിയോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേരി ആന്റിയെ വളരെ നന്ദിയോടെ അവനെ നോക്കി. അല്ല, ഇയാൾ ഇനി എന്നാ ഓഫീസിലേക്ക്? അടുത്തായി നിന്ന് പാർവതിയുടെ അരിയിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞു വരാം. എന്നാൽ ഇനി നെക്സ്റ്റ് സൺഡേ മുതൽ വന്നേക്ക്, നമുക്കവിടെ കുറെ പെൻഡിങ് വർക്കുകളുണ്ട്. അവനൊരു കുസൃതിയോടെ അവൾ നോക്കി പതിയെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവൻ ആ പറഞ്ഞു പോയ വാക്കുകളുടെ പൊരുളറിയാതെ അന്തിച്ച് നിന്നുപോയി അവളും. വീണ്ടും 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അമലുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയത്. അതിനിടയിൽ ക്രിസ്റ്റിയും സക്രിയ സാറും ഒക്കെ 2 തവണ കൂടി വന്നിരുന്നു. ഡിസ്ചാർജ് ബില്ല് കൂടി അവർ തരാതായപ്പോഴാണ് അതെല്ലാം മുമ്പേ അടച്ചിട്ടുണ്ടെന്ന് കൗണ്ടറിലെ പെൺകുട്ടി പറഞ്ഞത്. എന്തുദ്ദേശത്തിലാണെങ്കിലും തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു സമാഹാരം വളരെ ഭംഗിയായി അവസാനിപ്പിച്ചതിന് അവളും ക്രിസ്റ്റിയോട് ഒരുപാട് തവണ മനസ്സിൽ നന്ദി പറഞ്ഞു. വീട്ടിലെത്തിയിട്ടും ഇനി അമലുവിന് ഒരാഴ്ച നല്ല റെസ്റ്റ് വേണം, ഇൻഫെക്ഷനൊന്നും പാടില്ല. അവൾ ഒരു നെടുവീർപ്പോടെ അമലുവിനെ നോക്കി. ഒരാഴ്ചയ്ക്ക് ശേഷം വളരെ ഉത്സാഹത്തോടെയാണ് പാർവതി ജോലിക്ക് പോകാനായി ഇറങ്ങിയത്. എന്തിനാണെന്നറിയാത്ത ഒരു തിടുക്കാവളിൽ ഉണ്ടായിരുന്നു. തന്റെ ക്യാബിലെത്തുമ്പോൾ തന്നെ കണ്ടു തന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരിക്കുന്ന അപർണയെ. അവളും വന്നിരുന്ന ഒരിക്കലും ഹോസ്പിറ്റലിൽ. പാർവതി അപർണയെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഇടയ്ക്കിടെ എന്തിനെന്നറിയാതെ പാർവതിയുടെ കണ്ണുകൾ MDയുടെ ക്യാബിലേക്ക് പോയി. അവൾ അങ്ങനെ നോക്കുന്നതിനിടയിലാണ് സക്രിയ സാർ ക്യാബിലേക്ക് കയറിപ്പോന്ന് കണ്ടത്. ക്രിസ്റ്റിക്ക് പകരമാണ് സക്രിയ സാർ വന്നെന്ന് അവൾക്ക് തോന്നിപ്പോയി. എന്തെന്നില്ലാത്തൊരു നിരാശ തന്നെ വന്ന് പൊതിയുന്നത് പാർവതി തിരിച്ചറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലൊരു ഫയലുമായി എണീറ്റ് പോകുന്ന നാരായണേട്ടനെ അവൾ വിളിച്ചു. ഇന്ന് സക്രിയ സാറാണോ? പാർവതി, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? ക്രിസ്റ്റി സാറ് പോയി. വീണ്ടും സക്രിയ സാറിനെ ഏൽപ്പിച്ചു. കഴിഞ്ഞ മീറ്റിംഗിൽ സാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, താനൊന്ന് ലീവായിരുന്നു അല്ലേ? അതും പറയാൾ ക്യാബിനിലേക്ക് കയറിപ്പോയി. എന്തോ ഒരു ശൂന്യമായ മനസ്സോടെയാണ് തിരിച്ച് പാർവതി തന്റെ സീറ്റിലേക്ക് വന്നിരുന്നത്. ലഞ്ചിനെ എന്തോ ഒരു സങ്കടത്തിലിരിക്കുന്ന പാർവതിയെ അപർണയും ശ്രദ്ധിച്ചു. അവന്റെ സഹായം കൊണ്ടാണ് ഇത്ര വേഗം ചികിത്സ നടന്നെന്ന് അവളോടും പറഞ്ഞിരുന്നു. എടി പാറു, തനിക്ക് എന്ത് പറ്റി? അയാൾ പോയി തിരിച്ച് സക്രിയ സാർ തന്നെ വന്നപ്പോൾ നീ ആയിരിക്കും ഏറ്റവും ഹാപ്പി ആവുന്ന ഞാൻ വിചാരിച്ച്. പക്ഷെ നിനക്കിതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, എനിക്കെന്തോ തലവേദന പോലെ. ഡു യു ലവ് ഹിം? എന്താ നീ നമ്മുടെ ക്രിസ്റ്റി സാറിനെ പ്രണയിക്കുന്നുണ്ടോ എന്ന്? ഏയ് അപർണ, നീ എന്തൊക്കെയാ പറയുന്നത്? എന്തോ എനിക്കങ്ങനെ തോന്നി. സാറ് പോയി എന്ന് പറയുമ്പോൾ നിന്നിൽ കണ്ട ഒരു സങ്കടം, ഒരൊറ്റപ്പെടൽ, അതെല്ലാം കാണുമ്പോൾ അപർണ ഒരു കുഞ്ഞു ചിരിയാൽ അവളെ തന്നെ നോക്കി. അങ്ങനെയൊന്നുമില്ല, അവൾ അതും പറഞ്ഞ് എഴുന്നേറ്റു. എന്നാൽ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലും അവളുടെ മനസ്സ് അവന്റെ ഓർമ്മകളിൽ കുരുങ്ങിക്കിടന്നു. പിന്നീട് അങ്ങോട്ട് പേരറിയാത്ത ഒരു നൊമ്പരം അവളുടെ ഉത്സാഹത്തെയും പ്രസരിപ്പിനെയും തള്ളിക്കെടുത്തി. ഒരാഴ്ച കൂടി അങ്ങനെ കൊഴിഞ്ഞുപോയി. ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം നാരായണൻ വന്നു. പാർവതി, താൻ പോകും മുമ്പ് സാറൊന്ന് ചെല്ലാൻ പറഞ്ഞു, ഒരു ചെറിയ വർക്കുണ്ടെന്ന്. ഞാൻ പോയിക്കോളാം. അവൾ അതും പറഞ്ഞ് എഴുന്നേറ്റു. പോകും വഴി അപർണയോട് തന്നെ കാത്തിരിക്കേണ്ടെന്നും പറഞ്ഞു. ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറിയതും അവിടെ മേശക്കരിയിലായി കയ്യും കെട്ടി തന്നെ നോക്കുന്നവനെ അവൾ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന ഒരുവനിലേക്ക് മിഴികൾ പതിപ്പിച്ച് സർവം മറന്ന് നിന്നുപോയി പാർവതി. കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ പുറം കയ്യാൽ അമർത്തി തുടച്ചു. എന്നാൽ വീണ്ടും വീണ്ടും ചാലിട്ടൊഴുകുന്ന മിഴികളും വിതുമ്പുന്ന ചുണ്ടുകളുമായി തന്നെ നോക്കി നിൽക്കുന്നവളിൽ നിന്നും താൻ നേടിയെന്തോ കിട്ടിയ നിർവൃതിയിൽ അവൻ അവളെ നോക്കി. ശേഷം കൈ രണ്ടും പാന്റിന്റെ പോക്കറ്റിലിട്ടുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു. പാർവതി, താനെന്തിനെ കരയുന്നു? അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. പക്ഷെ അതിന് മറുപടിയൊന്നും പറയാതെ കണ്ണ് വീണ്ടും അമർത്തി തുടച്ച് അവളില്ല എന്ന രീതിയിൽ തലവെട്ടിച്ചു. ഡു യു മിസ് മീ? ക്രിസ്റ്റി അവളുടെ കാതോരൊന്നുമല്ല ചോദിച്ചു. എന്നോടെന്താ പറയാതെ പോയത്? തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണെന്ന് തോന്നിപ്പോയി ക്രിസ്റ്റിക്ക്. അതിന് നീ എന്താ? ചുണ്ടിലൊളിപ്പിച്ച അതേ കുസൃതിയോട് അവൻ മെല്ലെ അവിടെ കണ്ണിൽ നോക്കി ചോദിച്ചു. ആ ചോദ്യം തീർത്ത ഞെട്ടലിൽ വീണ്ടും കണ്ണിൽ വെള്ളം നിറച്ചങ്ങനെ നോക്കി നിന്നു പോയി അവൾ.
ഡു യു ലവ് മീ? അവൻ്റെ മുഖത്ത് അപ്പോഴും പതിവ് കുസൃതിയാണ്. അറിയില്ല, പക്ഷെ ഇയാളെ കാണാതായപ്പോൾ ഞാൻ... അവൾ എന്ത് പറയുന്നറിയാതെ വിതുമ്പി. എന്നാലേ ഇവിടെ ഒരാളോട് പറയാതെ പോയപ്പോൾ ഐ മിസ് ഹെർ എ ലോട്ട്. അവളെ കാണാതെ അവളില്ലാതെ എനിക്ക് കഴിയില്ലെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. ആൻഡ് ഐ മിസ് ഹെർ പെന്നിങ് വേർഡ്സ്. അവനൊരു ചിരിയോട് അവളോട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മിഴിനീരണിഞ്ഞ ഒരു ചിരിയോട് അവനെ തന്നെ ഒന്ന് നോക്കി. സോറി, സംസാരിച്ച സമയം പോയതറിഞ്ഞില്ല. വേഗമാ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. എങ്ങോട്ട്? ഒരു പുതിയ സൈറ്റ് നോക്കാനാ. സമയമില്ല, വേഗം വന്നേ. അതും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങി. പുതിയ വർക്കിന്റെ വല്ല കാര്യമാവുമെന്ന് ഓർമ്മയിൽ അവളും പിന്നൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത പോലെ അവന്റെ കൂടെ കൂടി. എന്നാൽ ആ വണ്ടി വന്ന് നിന്നത് അവളുടെ വീടിന്റെ മുമ്പിലായിരുന്നു. ഇവിടെ എന്താ? അതൊക്കെയുണ്ട്, വാ ഇറങ്ങി. അവളൊന്നും മനസ്സിലാവാതെ ഇറങ്ങി. വീടിനുള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്നുണ്ട്. ആ, നിങ്ങൾ എത്തിയോ? അകത്തുനിന്ന് സക്കരിയ സാർ ഇറങ്ങി വന്നു. വാടോ, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവളൊന്നും മനസ്സിലാവാതെ അകത്തേക്ക് കയറി. അകത്ത് ആന്റിയുമായി 2 സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട്. അതിനടുത്തായി അമല് 2 കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ട്. ഇതാണോ പാർവതി? അവളെ കണ്ടപാടെ അവരും നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി. ഇത് രണ്ടും എൻ്റെ മക്കളാ, ക്രിസ്റ്റിയുടെ ആന്റിമാര്. സക്കരിയ സാർ തന്നെ അവരെ പരിചയപ്പെടുത്തി. അവൾ അവരെ നോക്കിയും ചിരിച്ചു. അന്ന് നീ ചെയ്തെന്തായാലും നന്നായി. അവന്റെ കരണം നോക്കിയൊന്നും പോയിച്ചില്ലേ? അല്ലെങ്കിൽ അവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. അതിലൊരുവൾ മെല്ലെ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ആ പാർവതി, ഞങ്ങളീ പോകുന്ന ക്രിസ്റ്റിക്ക് വേണ്ടി നിന്നെ പെണ്ണി ചോദിക്കാനാ. നിന്റെ സമ്മതം കൂടി അറിയുകയും വേണം. അവളൊരു ഞെട്ടിലോടെ വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്നവനെ നോക്കി. അവിടെ നിറഞ്ഞ ചിരിയായിരുന്നു. അപ്പോഴേക്കും മേരി ആന്റിയും അവൾക്കരികിലേക്ക് വന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് അവർ മടങ്ങിയത്. നിനക്ക് പറയാനുള്ളത് എന്തായാലും അവൻ അറിയിച്ചേക്ക്, അത് ഇപ്പൊ തന്നെ വേണം. അത് പറഞ്ഞ് വന്നവരെല്ലാം ഇറങ്ങി. പാർവതി, താന്ന് ഫ്രഷായി വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. അവരെല്ലാവരും പോയപ്പോൾ അമലിനടുത്തായിരുന്നോട് ക്രിസ്റ്റി പറഞ്ഞു. അവൾ ആന്റിയെ നോക്കി. പോയി ഫ്രഷ് ആയിട്ട് വാ പാറു. നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞേക്ക്. എന്തിനു ഈ ആന്റി ഉണ്ടാവും നിന്റെ കൂടെ? അവരവളെ സമാധാനിപ്പിച്ചു. അകത്തേക്ക് പോയി അവൾ ഫ്രഷായി വന്നു. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ വണ്ടി എടുക്കാനായി പുറത്തിറങ്ങി. പോയിട്ട് വരാം. അവൻ അമലിനോടായിട്ടൊന്ന് കൈ കാണിച്ചു. ഓൾ ദി ബെസ്റ്റ്. അവൻ ആരും കാണാതെ കൈ കൊണ്ട് തംസപ്പ് കാണിച്ചു. ക്രിസ്റ്റി അവനെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കൈ ഉയർത്തി കാണിച്ചു. പാർവതി മേരി ആന്റിയെ നോക്കിക്കൊണ്ട് വണ്ടിയിൽ കയറി. കുറച്ചു ദൂരെ രണ്ടാളും മൗനമായിരുന്നു. താനൊന്നും പറഞ്ഞില്ല. അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവളെ ഒന്ന് നോക്കി. ഞാനെന്താ പറയേണ്ടത്? അവൾക്കൊന്നും നിശ്ചയം ഉണ്ടായിരുന്നില്ല. നിനക്ക് എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? ഐ മീൻ എൻ്റെ അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെ. വേണ്ട, ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടൊരു കൊച്ചുമോനുണ്ട് സക്കരിയ സാറെന്ന് മേരി ആന്റി പറഞ്ഞു. അവളൊരു ചിരിയോടെ അവരെ നോക്കി. അപ്പൊ അന്ന് ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ആ സ്ത്രീ അടിച്ചിട്ട് കറുത്ത ഡിഫൻഡറിൽ വന്ന കാലമാടനോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ആറി തണുപ്പിക്കും വിധം എന്തൊക്കെയോ മായാജാലങ്ങൾ ഉണ്ടായിരുന്നു കയ്യിൽ. അവൾ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് മറുപടി കൊടുത്തു. ആക്ച്വലി അന്ന് ഞാൻ വലിയൊരു തിരക്കിലായിരുന്നു. UK പോകാനായിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങിയതാ. അപ്പോഴാ സ്ത്രീ ധൃതിയിൽ വണ്ടിക്കുമ്പിലേക്ക് വന്നു. പിന്നെ നടന്നൊക്കെ തനിക്കറിയാലോ. പിറ്റേന്ന് ഞാൻ അവരെ പോയി കണ്ടിരുന്നു. അവരുടെ അവസ്ഥ പറഞ്ഞ് അവർ തന്നെയാണ് കേസ് പിൻവലിക്കാമെന്നും കാശായിട്ട് എന്തെങ്കിലും തന്നാൽ മതിയെന്നും പറഞ്ഞ്. ആ സമയത്താണ് പക്കാ ബിസിനസ് മൈൻഡിൽ നടക്കുന്ന എന്നിലേക്ക് ഒരടിയുടെ രൂപത്തിൽ നീ കയറി വരുന്നത്. പിന്നെ ചാച്ചൻ്റെ ഓഫീസിലുള്ള നിന്റെ ഫോട്ടോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. പിന്നെ ആ പെണ്ണിനെ അടുത്തറിഞ്ഞപ്പോൾ ഒരിക്കലും അകലാനാവാത്ത വിധം അവൾ എന്നിലേക്ക് ചേർത്ത് വെക്കാൻ ഒരാഗ്രഹം. അവനിൽ നിന്ന് കേൾക്കുന്നെല്ലാം അവളിൽ ചെറിയൊരു അതിശയം തീർത്തു. അന്ന് അത്രയും പേരുടെ മുമ്പിൽ ഞാൻ തന്ന അപമാനത്തിന് ഇനി ജീവിതകാലം മുഴുവൻ പ്രതികാരം തീർക്കാനാണോ? എത്രയായിട്ടും വീണ്ടും അവൾക്കത് ചോദിക്കാതിരിക്കാനായില്ല. ആണോ? എന്നാലും ഇനി അങ്ങനെ എനിക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ എൻ്റെ പ്രതികാരം സഹിച്ച് കഴിയേണ്ടവളാണോ പാർവതി? പ്രതികരിക്കേണ്ട സമയത്ത് അത്യാവശ്യം തൻ്റെ ഇടം കാണിക്കുന്നവളല്ലേ? അപ്പം ഇനി അങ്ങനെ ചിന്ത വേണ്ട. പിന്നെ ഇവിടെ ഞാൻ തന്നെയല്ലേ തെറ്റുകാരൻ? അനുവാദമില്ലാതെ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ പിടിച്ചതിന് ഏതൊരു പെൺകുട്ടിയും ചെയ്യുന്നത് മാത്രമേ അപ്പോൾ താനും ചെയ്തുള്ളൂ. പക്ഷെ അന്ന് തോന്നിയ ദേഷ്യത്തിന് പുറത്ത് എന്നിലേക്ക് ചേർത്തിരുത്തിയ പെണ്ണിനെ പിന്നെ എപ്പോഴൊക്കെ അവൻ്റെ ഹൃദയം കൊതിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊരു സംശയം ഈ തലക്കത്തിട്ട് പുകപ്പിക്കേണ്ട. പിന്നെ ഞാനും ഇത് ഇത്ര പെട്ടെന്നൊന്നും ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കുറച്ചുകൂടി കലിപ്പൊക്കെ ഇട്ട് നിന്നെ ഒന്ന് കളിപ്പിക്കണമെന്നായിരുന്നു. പക്ഷെ അന്ന് അമലുവിനെ ഹോസ്പിറ്റലാക്കിയ ദിവസം മുതൽ അത് വേണ്ടാന്ന് തോന്നി. കാരണം അത്രയേറെ മനസ്സംഘർഷം അനുഭവിക്കുന്ന നിന്നെ ഇനി ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും ചേർത്ത് പിടിക്കണം എന്ന് നിനക്കൊരു കൂട്ടാണെന്ന് വിചാരിച്ചു. അല്ലാതെ നിന്റെ ആ പഴയ വിറയിലും വിയർക്കലും കണ്ട് ആസ്വദിച്ച് മതിയായിട്ടൊന്നുമില്ല. അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അവളെയും കൊണ്ട് കുറച്ചു ദൂരം കൂടി ഓടി ആ ഡിഫൻഡർ എത്തിയെന്ന് ഒരു കുന്നിൻ പുറത്താണ്. വിശാലമായ ഒരു പരവതാനി പോലെ പച്ചപ്പുല്ലുകളും ഇടയ്ക്കിട പാറക്കെട്ടുകളുമായിട്ടുള്ള ഒരു കൊച്ചു താഴ്വര. ഇറങ്ങി. അവൻ സീറ്റ് ബെൽറ്റ് അയച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അവളും പതിയെ വണ്ടിയിൽ നിന്നിറങ്ങി. ഇനിയും നിനക്കൊന്നും പറയാനില്ലേ പാർവതി? എന്നെ ഇഷ്ടമാണ് തുറന്നു പറയാൻ ഇനി എന്തെങ്കിലും തടസ്സമുണ്ടോ നമുക്കിടയിൽ? ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ നിന്നെ കാണാതിരുന്ന ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയതാ എൻ്റെ ഉള്ളിൽ നീ ആരാണെന്ന്. ഞാൻ ചാർത്തി തരുന്ന ഒരു മിന്നിൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കൂടെ പോയിരുന്നു. മുന്നോട്ടുള്ള ഈ ജീവിതത്തിൽ ഇനി നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഒരു ഭാര്യയും ഭർത്താവും ആയിട്ടല്ലാതെ നല്ല 2 കൂട്ടുകാരായി.
നമ്മളിൽ കിടന്നു പിടയുന്ന ആ പ്രണയത്തിന് ഒരർത്ഥം കണ്ടെത്തുന്നവരെ പോരുന്നതിൻ്റെ കൂടെ. ഒരു നേരത്തെ ചിരിയോടെ അവൻ അവളെ ഒന്ന് നോക്കി. താൻ ഇത്രയും കാലം കണ്ടതിൽ നിന്നൊരു വ്യത്യസ്തനായ ഒരു ക്രിസ്റ്റഫറാണ് തനിക്ക് മുമ്പിൽ നിന്ന് തോന്നിപ്പോയി പാർവതിക്ക്. ഈമ വെട്ടാൻ പോലും മറന്ന് അവൻ നീട്ടിയ ആ കൈയിലേക്ക് തന്റെ കരം കൊടുത്ത് കുറച്ചധികം നിമിഷം അങ്ങനെ നിന്നുപോയി രണ്ടുപേരും. അന്നേരം അവൻ തന്റെ വിരലിലണിച്ച ആ മോതിരത്തിന്റെ തണുപ്പരിച്ച് തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന പോലെ അവളൊന്ന് കുളിർന്നു. ഇതിപ്പോ ഇവിടെ കിടക്കട്ടെ, ബാക്കിയുള്ള അവർ തീരുമാനിക്കട്ടെ. തന്റെ കയ്യിൽ കൈകോർത്ത് കണ്ണു നിറച്ച് നോക്കി നിൽക്കുന്നവരുടെ നെറുകയിൽ ഒരുപാടധികം സമയം ചുണ്ട് ചേർത്ത് വെച്ച് ക്രിസ്റ്റി. ആ പ്രണയം കണ്ട് നാണം പൂത്തതുപോലെ ആകാശവും ഭൂമിയിലേക്ക് മഴ ചാറ്റി തുടങ്ങി. വാ പോവാം. കോടിറങ്ങിയ പിന്നെ ഇവിടുന്ന് പോവാനേ തോന്നില്ല. ആളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാൻ വണ്ടിക്കരികിലേക്ക് നടന്നു. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വിശാലമായ വഴികളിൽ ആ ഡിഫൻഡർ അങ്ങനെ പ്രണയത്തിന്റെ പുതിയ വഴിത്താരകൾ തേടി ഓടട്ടെ. പൂ പോലെ നിർമ്മലവും സുഗന്ധപൂരിതവുമായ എല്ലാ പ്രണയങ്ങളും വിരിഞ്ഞ് ഈ കൊച്ചു ജീവിതത്തിൽ പലവിധ വർണ്ണങ്ങൾ തീർക്കട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.